എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് അബിയുടെയും ജാനകിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അവസാനം നിരഞ്ജനയോടും അമലിനോടും അവരോടായിട്ട് എല്ലാവരുമായിട്ട് പ്രഭാവതി പറഞ്ഞു, ഇനി ഞാൻ ആ വീട്ടിലേക്കില്ല എന്ന് പറയാണ്. അളകാപുരിയിൽ ഞാനിവിടെ നിന്നോളാന്ന് പറയാണ്. പിന്നീടാണ് ആ കാര്യം പറയണേ, ഞാൻ ഇങ്ങോട്ട് വരണ സമയത്ത് ഒരു സ്ത്രീ എന്നെ പിന്തുടർന്ന് വന്നിട്ടുണ്ടായിരുന്നു. അവരെ ഗേറ്റിന് വെളിയിൽ എങ്ങാനും നിപ്പുണ്ടോന്ന് പോലും അറിയില്ല. ഇത് കേട്ടപ്പം നിരഞ്ജന ഓർത്തു, അതാരായിരിക്കും എന്ന് ഓർക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവരെ ഇങ്ങോട്ട് സെക്യൂരിറ്റിക്കാൻ ഉറപ്പായിട്ടും കയറ്റി വിടത്തില്ല. അതുകൊണ്ട് അവർക്ക് എന്തോ മാനസിക പ്രശ്നം ഉണ്ടെന്ന് തോന്നേ. നിങ്ങൾ പോവുകയാണെങ്കിൽ ആ സ്ത്രീ അവിടെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം പോകാനെന്നൊക്കെ നിരഞ്ജനയോട് ഇങ്ങനെ പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നിരഞ്ജന ആലോചിച്ചു, അത് ആരായിരിക്കും എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട്. പിന്നീട് അവരങ്ങോട്ടേക്ക് ഇറങ്ങുവാണ്. എന്തായാലും പ്രഭാവതി വരാൻ കൂട്ടാക്കിയില്ല. ഈ സമയത്താണ് നിരഞ്ജന ഓർക്കുന്നത്, ജാനിയടുത്ത് വിളിച്ചു പറഞ്ഞില്ലോ അമ്മ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം, അമ്മ ഇങ്ങോട്ടേക്ക് പോകുന്നെന്നുള്ള കാര്യം. പിന്നീട് അമലിനോടും അജയോടും കാര്യം പറയണം. അത് ജാനിയടുത്ത് അഭിയേട്ടനോടും പറയണ്ടേ, അമ്മ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം പറയണ്ടേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പം അമല് പറഞ്ഞു, ജാനിയടുത്ത് അഭിയേട്ടനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയണം. നിരഞ്ജന പറഞ്ഞു, പറയാതിരുന്നിട്ട് കാര്യമില്ല, കാര്യങ്ങളൊക്കെ വിളിച്ച് പറയേണ്ടതെന്ന് ചോദിക്കുക. അങ്ങനെ ജാനകിയെ വിളിക്കുവാണ്. ജാനകിനെ വിളിച്ചു കഴിഞ്ഞപ്പം ജാനകി കോൾ എടുത്തു കഴിഞ്ഞപ്പോൾ ജാനകിയുടെ ശബ്ദമെല്ലാം വല്ലാതെ ഇടറിയിക്കുന്നുണ്ട്. കഴിഞ്ഞപ്പോൾ തന്നെ നിരഞ്ജന ചോദിച്ചു, എന്ത് പറ്റി ജാനി അടുത്തേന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ ഒരു പ്രശ്നമുണ്ട് നിരഞ്ജന, അമ്മയെ കാണുന്നില്ലെന്ന് പറയണേ. കാണുന്നില്ലെന്നോ? എങ്ങനെയാ എന്താന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. താൻ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ അമ്മയില്ല, അമ്മ എങ്ങോട്ടോ ഇറങ്ങിപ്പോയെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നിരഞ്ജന പറഞ്ഞു, ജാനി അടുത്തി ഞാനിപ്പോൾ കാരുണ്യ ദീപം ഓൾഡ് ഏജ് ഹോമിലാന്ന് പറയണേ. കാരുണ്യ ദീപത്തിലോ? അവിടെ എന്തിനാ പോയെന്ന് ചോദിക്കും. പിന്നീട് പ്രഭാവതി അങ്ങോട്ടേക്ക് വന്നു. അമ്മയെ അന്വേഷിച്ച് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്ന കാര്യങ്ങളെല്ലാം പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ജാനകിക്ക് അത് അതിനേക്കാളും വലിയ വിഷമമായി. ഒരു വശത്തെ സ്വന്തം അമ്മ, ഒരു വശത്തെ അമ്മായിമ്മ, രണ്ടുപേരും രണ്ട് വഴിക്കായി. പിന്നീട് ജാനകിയുടെ വിഷമം നിരഞ്ജനയ്ക്ക് അറിയാം. നിരഞ്ജന പറഞ്ഞു, ജാനിയടുത്ത് വിഷമിക്കൊന്നും വേണ്ട, അമ്മയെ ഞങ്ങൾ വിളിച്ചു, വരാൻ കൂട്ടാക്കിയില്ല, സാരമില്ല. ജാനിയടുത്ത് വന്നു കഴിയുമ്പോൾ അമ്മ ഉറപ്പായിട്ടും വീട്ടിലേക്ക് വരും, എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയണം. പിന്നീട് പറഞ്ഞു, അല്ല ജാനിയടുത്തിൻ്റെ അമ്മയെ കണ്ടില്ലെന്നല്ല പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ അമ്മ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയും. എന്ത് കാര്യം? അല്ല അമ്മ ഇങ്ങോട്ട് കാരുണ്യദീപം ഓൾഡ് ഏജ് ഹോമിലേക്ക് വരുന്ന സമയത്ത് വഴിക്ക് വെച്ച് ഒരു സ്ത്രീയെ കണ്ടായിരുന്നു പറഞ്ഞ്. ആ അമ്മയെ പിന്തുടർന്ന് വന്നാ പറഞ്ഞേ. ഗേറ്റിന് അവിടെ വരെ വന്നായിരുന്നാ പറഞ്ഞേ. വന്നു കഴിഞ്ഞിട്ട് അകത്തേക്ക് അവരെ കയറ്റില്ലോ, അതുകൊണ്ട് അവർ പുറത്തുനിന്നു അമ്മ അകത്തേക്ക് കയറി പോയെന്നാ പറഞ്ഞേ. സത്യമാണോ പറയണമെന്ന് ചോദിക്കും. അതെ, പക്ഷെ അത് ജാനിയടുത്തിന് അമ്മയാണെന്ന് അറിയില്ല എന്ന് പറയണേ. പക്ഷേ എങ്കിലേ അമ്മ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം അവർക്കെന്തോ മാനസിക പ്രശ്നം ഉള്ള പോലെ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. അവരെ ഒന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ലെന്നാ പറഞ്ഞതെന്ന് പറയണം. എങ്ങോട്ട് പോകണം എന്നൊക്കെ ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല, മോളെന്ന് മാത്രം പറഞ്ഞോളൂ എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജാനകിക്ക് ഭയങ്കര ടെൻഷനായി. അത് തൻ്റെ അമ്മയായിരിക്കോ എന്നൊരു ചിന്ത വന്നു. പെട്ടെന്ന് നിരഞ്ജനോട് പറഞ്ഞു, എന്നാൽ ഞാൻ അബിയേട്ടനോട് പറയട്ടെ എന്ന് പറഞ്ഞ് ജാനകി കോള് കട്ട് ചെയ്തിട്ട് നേരെ അബിയുടെ അടുത്ത് നിന്നിട്ട് കാര്യങ്ങൾ പറയണം. അപ്പം സക്കർ വക്കീലും കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് പറഞ്ഞു, അതെ ഇപ്പം നിരഞ്ജനയെ വിളിച്ചേ, നിരഞ്ജന ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സക്കീർ വക്കീൽ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വഴിക്കൊന്ന് പോയി നോക്കാം, ചിലപ്പോൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടായിരിക്കുമെന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ ജാനകിയുടെ അമ്മയാണെന്ന് അറിയത്തില്ലോ, ഓർമ്മശക്തി ഇല്ലാതെ ഇതിലൂടെയൊക്കെ പോണേന്നും അറിയില്ലോ എന്ന് പറയണം. എവിടെ നിന്നാണ് ഇറങ്ങിയത്, എങ്ങോട്ടാ പോകണമെന്നും അറിയത്തില്ലാതെ ചിലപ്പോൾ അലിഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നുണ്ടോ എന്നും പറയാൻ പറ്റില്ല, നമുക്ക് പോകാമെന്ന് പറയണം. അങ്ങനെ അവരപ്പം തന്നെ കാരുണ്യദീപ ഓൾഡ് ഏജ് ഹോമിന് ആ വഴിക്ക് വരുവാണ്. ഈ സമയത്ത് അപർണയാകപ്പാടെ സമനിലേറ്റ പോലെ ഇരിക്കുകയാണ്. കാരണം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ ജാനകിയുടെ അമ്മയെ കണ്ടെത്താണ്ട് ഇതുവരെയായിട്ടും പറ്റിയില്ല. ആ പശുപതിനെ ഏൽപ്പിച്ചിട്ടാണെങ്കിൽ അവനാണ് കാശ് മേടിച്ചിട്ട് അവനെ കൊണ്ടൊന്നും സാധിച്ചിട്ടുമില്ല. അച്ഛനോട് പറഞ്ഞിട്ടോ അച്ഛൻ ഈ കാര്യത്തിലൊരു താല്പര്യമില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ? അമ്മലിനോടൊട്ട് പറയാനും പറ്റില്ല, അമ്മൽ തന്നെ വിശ്വസിക്കാനും പോകുന്നില്ല. എങ്ങനെയെങ്കിലും കണ്ടെത്തണം അവൾ എങ്ങോട്ടാ പോയെന്നുള്ള കാര്യം, അവളുടെ അമ്മ എന്താ ഏതെന്നൊക്കെ കണ്ടെത്തണം, എന്നിട്ട് വേണം ഒരു പണി കൊടുക്കാൻ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ തല പോഞ്ഞിരിക്കുകയാണ്. ഈ സമയത്ത് രാധാമണി നടക്കുവാണ്. രാധാമണിക്ക് എങ്ങോട്ടാ പോകേണ്ടതെന്ന് ഓർത്തില്ല, കാരണം അവിടെ ഗേറ്റ് അടച്ച് സെക്യൂരിറ്റിക്കാരൻ നിൽക്കുന്നതുകൊണ്ട് അകത്തേക്ക് കയറാൻ പറ്റിയില്ല. പിന്നീട് രാധാമണി അങ്ങോട്ട് നടന്നു പോണ സമയത്താണ് നകുലിന് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നകുലിന് ജാനകി അന്വേഷിച്ച് അവിടെ വരുമായിരുന്നു. അപ്പോൾ ജാനകി എങ്ങോട്ടാ പോയതെന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ ജാനകി മിസ്സായിപ്പോയി, വഴിക്ക് വെച്ച് മിസ്സായി പോയതുകൊണ്ട് ജാനകിയുടെ കാറ് കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ട് ആ ഒരു ടെൻഷനിൽ നകുലിനും കൂട്ടുകാരനും കൂടെ വരുവാണ്. അങ്ങനെ അവർ കാറും കൊണ്ട് വരുന്ന സമയത്താണ് രാധാമണി അങ്ങോട്ടേക്ക് നടന്നു വരുന്നുണ്ട്. രാധാമണിയെ കണ്ടതും നകുലിൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ആ ഓർമ്മ വന്നു. അന്ന് ജാനകിയുടെ ഒപ്പം ഉണ്ടായിരുന്ന സ്ത്രീ ഇവരായിരുന്നു. ഇത് ജാനകിയുടെ അമ്മയാന്ന് തോന്നേ. അങ്ങനെയാണെങ്കിൽ ഇവരെ കൈയോടെ പൊക്കിക്കൊണ്ട് പോവുകയാണെങ്കിൽ തൻ്റെ മുന്നിലേക്ക് ജാനകി വരും, ജാനകിക്ക് വരാതിരിക്കാൻ പറ്റില്ല എന്നൊരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്നേ. പിന്നീട്
ഫ്രണ്ടിനോട് പറഞ്ഞു, എടാ നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ കാറിനകത്തിരിക്കാം, ആ സ്ത്രീയെ പോയി കൂട്ടിക്കൊണ്ട് വരാൻ പറയാണ്. അല്ല അത് പിന്നെ നകുല എങ്ങനെയെങ്കിലും അവളെ കൂട്ടിക്കൊണ്ട് വരണം, ആ സ്ത്രീ ഇവിടെ എത്തണം, ആ സ്ത്രീ ഇവിടെ എൻ്റെ കൂടെ അവളെ ഞാൻ കൊണ്ടുപോകുന്നു പറയണം. അവരെ കൊണ്ടായാലോ എനിക്ക് ജാനകിയെ എൻ്റെ അടുത്തേക്ക് എത്തിക്കാണ്ട് പറ്റുള്ളൂ. അത് ജാനകിയുടെ അമ്മയാന്ന് തോന്നേ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കും. എനിക്ക് ജാനകിയെ സ്വന്തമാക്കാനായിട്ട് ഇപ്പം എൻ്റെ ഏറ്റവും വലിയ തുറപ്പ് ചെയ്തിട്ട് ജാനകിയുടെ അമ്മയാന്ന് പറയണം, ചെല്ലടാന്ന് പറയണം. അങ്ങനെ അവന്മാരെ ഇറക്കി വിടുവാണ്. അങ്ങനെ അവന്മാർ രാധാമണിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. ഈ സമയം രാധാമണിയാണെങ്കിൽ നിലാവത്തഴിച്ചു വിട്ട കോഴിനപ്പല്ലേ പോകുന്നത്, എങ്ങോട്ടാ പോകുന്നത് എന്താ ഇങ്ങനെയൊന്നും അറിയത്തില്ലാതെ ഇങ്ങനെ അങ്ങ് നടന്ന് വരുവാണ്. പിന്നീട് അവന്മാരുടെ അടുത്തേക്ക് നിന്നിച്ചു, അല്ല അമ്മച്ചി ഇത് എങ്ങോട്ടാ പോകുന്നത്, അമ്മച്ചി എങ്ങോട്ടാ പോകേണ്ടതെന്നൊക്കെ ചോദിക്കണം. അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല രാധാമണി. രാധാമണി ഒന്നും മിണ്ടാതെ ഇങ്ങോട്ട് നടക്കുക മാത്രമേ ഇതേ. അങ്ങനെ ഇങ്ങോട്ട് പോയാൻ വരട്ടെ, ഇങ്ങോട്ട് വാ, അമ്മയ്ക്ക് എവിടെയാ പോകേണ്ടത് ഞങ്ങൾ കൊണ്ടേയാക്കാന്ന് പറയണം. രാധാമണി ഒന്ന് നോക്കുക മാത്രം ചെയ്തു. അതിനൊന്നും മറുപടി ഒന്നും പറഞ്ഞില്ല. ഇതെന്താടാ ഒന്നും പറയാത്തെന്ന് ചോദിക്കണം കൂടെ ഉള്ളവനോട്. എന്താണെന്ന് അറിയത്തില്ലല്ലോ, ഇനിയിപ്പം വല്ല ഊമയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയണം. എന്നാലും എന്തെങ്കിലും സംസാരിക്കേണ്ടല്ലേന്ന് ചോദിക്കണം. പിന്നീട് പറഞ്ഞു, വാ അമ്മച്ചി നമുക്ക് പോകാമെന്ന് പറഞ്ഞാൽ കയ്യിലേക്ക് അങ്ങോട്ട് പിടിക്കുമ്പോഴത്തേനും രാധാമണി കൈ അങ്ങോട്ട് കുതിരയ്ക്കുവാണ്. ആ സമയത്താണ് സക്കീർ വക്കീലും ജാനകിയും അഭിയും കൂടെ വരുന്നത്. അങ്ങനെ അവരങ്ങോട്ട് വരുന്ന സമയത്ത് രാധാമണി അവിടെ നിൽക്കുന്നുണ്ടു. രാധാമണിയുടെ ചുറ്റും 1-2 പേരും നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ജാനകിക്ക് അപകടം എടുത്തു. ജാനകി പറഞ്ഞു, അഭിയേട്ട അത് അമ്മയല്ലേന്ന് ചോദിക്കണം. കാരണം രാധാമണിയെ കയ്യെ പിടിച്ച് വലിച്ച് കാറെ കയറ്റിക്കൊണ്ട് പോകാനുള്ള ശ്രമമായിരുന്നു മനസ്സിലായി. തേമേ അമ്മ ഗുണ്ടകളുടെ പിടിയിലാന്ന് തോന്നേ. ഇനിയിപ്പോൾ അയാൾ ഏർപ്പാടാക്കിയ ഗുണ്ടകളാണെന്ന് പറയാൻ പറ്റില്ല. തമ്പീനെ പെട്ടെന്ന് സംശയിച്ചേ. നകുലൻ്റെ ചിന്ത പോലും ജാനകിയുടെ മനസ്സിലുണ്ടായിരുന്നില്ല. പിന്നീട് ജാനകി പറഞ്ഞു, അഭിയേട്ട എത്രയും പെട്ടെന്ന് അമ്മേനെ രക്ഷിക്കണമെന്ന് പറയണം. അങ്ങനെ പിടിച്ചു വലിച്ച് രാധാമണിയെ കാറിലേക്ക് കയറ്റാൻ തുടങ്ങുന്ന സമയത്ത് അഭി വന്ന് ഒറ്റ തൊഴിയായിരുന്നു. അവൻ്റെ പുറം നോക്കി അവൻ്റെ പിടി രാധാമണിയുടെ കയ്യിൽ നിന്ന് വിട്ടു. പെട്ടെന്ന് ജാനകി പോയി അമ്മേനെ ചേർത്ത് പിടിക്കണം. അമ്മയും കൂടെ വരാനും പറഞ്ഞ് സക്കീർ വക്കീലും ഉണ്ടായിരുന്നു. പിന്നീട് അഭി അവന്മാരെ അവിടെ ഇട്ട് ശരിപ്പെടുത്തുവാണ്. ഈ സമയത്ത് നകുലൻ കാറിനകത്താണ്. നകുലനെ ജാനകി കണ്ടിട്ടുണ്ടായിരുന്നില്ല. നകുലൻ കാറിനകത്ത് ഈ കാഴ്ചകളൊക്കെ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ അവസാനം അവന്മാർക്ക് അവിടെ നിന്ന് ഓടേണ്ടതായിട്ട് വന്നു. കാരണം അഭിയുടെ മുന്നിൽ പിടിച്ചിരിക്കാണ്ട് പറ്റിയില്ല. പിന്നീട് രാധാമണിയും കൊണ്ട് അവരങ്ങോട്ട് പോവാണ്. ഈ സമയം നകുലൻ പറഞ്ഞു, കണ്ടോ അവൾ എൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങിയതാ, അവൾ എനിക്ക് നഷ്ടപ്പെട്ടെന്നും പറഞ്ഞുകൊണ്ട് നകുലൻ അവിടെ നിന്ന് ഭ്രാന്തെടുക്കുവാണ്. ഈ സമയം അമ്മയെ കിട്ടിയ സന്തോഷത്തിലായിരുന്നു ജാനകി. പിന്നീട് അവരെ കൊണ്ട് അങ്ങോട്ട് വീട്ടിലേക്ക് പോകണം. ഈ സമയത്ത് അഭി പറഞ്ഞു, ഭാഗ്യത്തിന് നമ്മൾ ആ സമയത്ത് നമ്മൾ ഇവിടെ എത്തിയത്, അല്ലായിരുന്നു എന്ത് ചെയ്താണെന്ന് ചോദിക്കുകയാണ്. അതിനുശേഷം നിരഞ്ജനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണം. അമ്മയെ കിട്ടി, അമ്മയെ വഴിക്ക് വെച്ച് ഞങ്ങൾ കണ്ടെത്തി എന്നൊക്കെ പറയണം. നിരഞ്ജനയ്ക്ക് സന്തോഷമുള്ള കാര്യം തന്നെയായിരുന്നു. കാരണം ജാനകിനെ അമ്മേനെ ജാനകിയുടെ അമ്മേനെ അത്രയേറെ നിരഞ്ജനെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. പിന്നീട് അവർ താമസിക്കുന്ന വീട്ടിലേക്ക് ചെല്ലുവാണ്. ചെന്നപ്പോഴത്തേനും മേരിക്കുട്ടിയമ്മ ആകെപ്പാടെ വെപ്രാളത്തിലായിരുന്നു. രാധാമണിയെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെയാണ് മേരിക്കുട്ടിയമ്മയ്ക്ക് സന്തോഷമായത്. മേരിക്കുട്ടിയമ്മ ഓടി ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, എന്ത് പരിപാടിയെ രാധാമണിയെ കാണിച്ചേ, ഞാൻ എത്രമാത്രം വിഷമിച്ചെന്നറിയാവോ, ഈ മോള് എത്രമാത്രം തീരുന്നറിയാവോ, കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എങ്ങോട്ടേലും പോകുമ്പോൾ ഒന്ന് പറഞ്ഞിട്ടെങ്കിലും പോകണ്ടേ, അല്ലെങ്കിൽ നീ ഇത് എന്ത് ഭാവിച്ചാന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറേ ചീത്തയൊക്കെ പറയുന്നുണ്ട് മേരിക്കുട്ടിയമ്മ. മേരിക്കുട്ടിയമ്മയ്ക്ക് അത്രയ്ക്ക് സങ്കടമായിരുന്നു. പിന്നീട് ജാനകി പറഞ്ഞു, അഭിയേട്ട ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് നമ്മൾ അങ്ങോട്ട് പോയില്ലായിരുന്നെങ്കിൽ നമ്മുടെ അമ്മയ്ക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാണെന്നൊക്കെ പറയണം. മിക്കവാറും ആ തമ്പിയുടെ ആൾക്കാരായിരിക്കും ഇത് ചെയ്തതെന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം എത്രയും പെട്ടെന്ന് തന്നെ. പിന്നെ തമ്പിയുടെ ഫോട്ടോയും കൊണ്ടേ കാണിക്കാം എന്തായതാന്നൊക്കെ. ചിലപ്പം ഡോക്ടർ പറയായിരിക്കും ആ ഫോട്ടോ കണ്ട് കഴിയുമ്പോൾ അമ്മയ്ക്ക് ചിലപ്പോൾ മാറ്റം ഉണ്ടായാലോ, അമ്മയ്ക്ക് എത്രയും പെട്ടെന്ന് ഓർമ്മശക്തി തിരികെ കിട്ടണം, ഇനി അമ്മ ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അഭി പറഞ്ഞു, ശരിയാ അത് നമുക്കിപ്പോൾ തന്നെ ഡോക്ടറെ വിളിച്ചിട്ട് ഡോക്ടർ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറയണം. അങ്ങനെ അവർ രാധാമണിയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് തുടങ്ങണം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത്. പക്ഷേ നകുലിനി അടങ്ങിയിരിക്കില്ല. ജാനകി എവിടെ എന്താണെന്നൊക്കെ അന്വേഷിച്ച് അവനെ വീട് തപ്പി കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് വരും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.